ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന വേദഭാഗമാണ്. അതിന്റെ കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ താഴ്ചയും ഉയർച്ചയും ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് കെനോസിസ് എന്നും കെനോട്ടിക് പാസേജ് എന്നും അപരനാമം കൊടുത്ത് ദൈവശാസ്ത്രകാരന്മാർ വളരെ തർക്ക വിതർക്കങ്ങൾക്ക് വിധേയമാക്കി പഠനം നടത്തിയിട്ടുള്ള ഒരു വേദഭാഗമാണ്. ഒരുപക്ഷെ പുതിയ നിയമത്തിലെ തന്നെ വ്യാഖ്യാനിക്കാനും അർത്ഥം ശരിയായ വിധത്തിൽ ഗ്രഹിക്കാനും പലർക്കും ഏറ്റവും പ്രയാസം തോന്നുന്ന ഒരു പാസേജ് കൂടെയാണ് ഈ 2-ന്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ദൈവം എനിക്ക് തന്നിരിക്കുന്ന കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ലളിതമായി അത് നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഏതെങ്കിലും ഭാഗങ്ങൾ ഒരുപക്ഷെ എൻ്റെ അറിവിന് അതീതമാണെങ്കിൽ നിങ്ങൾ കൂടുതൽ പഠനത്തിന് വിധേയമാക്കാൻ സ്വയം മുന്നോട്ട് പോവുക. ഏതെങ്കിലും മേഖലകളിൽ വ്യക്തത കുറവ് ഉണ്ടെങ്കിൽ പിന്നീടായാലും എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയാവുന്ന മേഖലകളിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ തയ്യാറാണ്. പുതിയ നിയമത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അതിപ്രാധാന്യമേറിയ ഒരു ഭാഗമാണ്. ഏറ്റവും പ്രാധാന്യമുള്ള വേദഭാഗങ്ങളിൽ ഒന്നാണ് ഫിലിപ്പിയ ലേഖനം 2-ന്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അതിൽ ഞാൻ കഴിഞ്ഞ തവണ ഓർപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ വിഷയം പറഞ്ഞിട്ട് അവസാനം അതിനനുസരിച്ച് ജീവിക്കാനുള്ള പ്രായോഗിക നിർദ്ദേശം നൽകുന്നതാണ് കൂടുതലും കാണുന്നതെങ്കിൽ ഇവിടെ ആദ്യമേ തന്നെ അടുത്ത് പറയാൻ പോകുന്നതിൻ്റെ ഉദ്ദേശ്യം എന്താണ്, ലക്ഷ്യമെന്താണ്, ജീവിതത്തിൽ അത് പകർത്തേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടാണ് അടുത്ത പാസേജിലേക്ക് കടക്കുന്നത്. നമ്മൾ കാണുന്നത് പോലെ മലയാളം ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് 2-ന്റെ 5, ഫിലിപ്പി ലേഖനം 2-ന്റെ 5 ഇങ്ങനെ നമുക്ക് കാണാം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഇംഗ്ലീഷിൽ NKJV-യിൽ നമുക്കിങ്ങനെ കാണാനായിട്ട് കഴിയുന്നു, ലെറ്റ് ദിസ് മൈൻഡ് ബി ഇൻ യു വിച്ച് വാസ് ഓൾസോ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ചില പരിഭാഷകളിൽ വാസ് എന്നുള്ളതിന് ഈസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഇൻ ക്രൈസ്റ്റ് ജീസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അതായത് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നേക്കും ഹീസ് സെയിം, മാറ്റമില്ലാത്തവനായ കർത്താവാണ്. ഹീസ് ഇമ്മ്യൂട്ടബിൾ. ഗതിഭേദത്താലുള്ള വികാരത്താലുള്ള ആച്ഛാദനം, മാറ്റം ഇല്ലാത്ത, ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള, മാറ്റമില്ലാത്തവനായിട്ടുള്ള കർത്താവ്. അതുകൊണ്ട് ഇന്നലെ അവൻ എന്ത് ഭാവത്തിലാണോ അതുതന്നെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് ഇന്നും മാറ്റമില്ല എന്നാണ് അത് വ്യക്തമാക്കുന്നത്. ലെറ്റ് ദിസ് മൈൻഡ് ബി ഇൻ യു വിച്ച് വാസ് ഓൾസോ ഇൻ ക്രൈസ്റ്റ് ജീസസ്. യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉള്ള അതേ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതുപോലെ പൗലോസ് അപ്പോസ്തലൻ ഇത് ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടില്ല. യേശു ക്രിസ്തുവിലുള്ള സ്വഭാവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടില്ല. ഒരു പ്രത്യേക കാര്യമാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. യേശുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വർണ്ണിച്ചാൽ നമുക്ക് എത്ര എഴുതിയാലും മതി വരത്തില്ല. യേശുവിൻ്റെ സത്യസന്ധതയെക്കുറിച്ച് പറഞ്ഞാൽ, വിശ്വസ്തതയെക്കുറിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ മറ്റേതെങ്കിലും സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ, അതൊക്കെ ആയിരക്കണക്കിന് താളുകൾ എഴുതിയാലും, ആയുസ് മുഴുവൻ എഴുതിയാലും യേശുവിൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു തീർക്കാൻ മതി വരത്തില്ല. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പറയുകയല്ല. ഇവിടെ ഫിലിപ്പിയ സഭയ്ക്ക് അറ്റ് ദ മൊമെന്റ്, ആ സമയത്ത് ആവശ്യമായ അവിടുത്തെ സഭയിൽ കൈമോശം, ഏതൊക്കെയോ മേഖലകളിൽ കൈമോശം വന്നിരിക്കുന്ന നല്ല സഭയാണ്. ഒത്തിരി ഗുണങ്ങൾ അവിടെ ഉണ്ട്. അവര് ദൈവത്തിന് വേണ്ടി ഉദാരമായി പ്രവർത്തിക്കുന്നവരാണ്, ദൈവവേലയ്ക്ക് വേണ്ടി ഉദാരമായി ചെലവിടുന്നവരാണ്, കർത്താവിൻ്റെ വേലയ്ക്ക് കൈത്താങ്ങുന്നവരാണ്, കഷ്ടം സഹിക്കുന്നവരാണ്, ജയിൽവാസം പോലും ഭയപ്പെടാത്തവരാണ്. ഈ കഷ്ടങ്ങളുടെ നടുവിലും കർത്താവിനെ ഉയർത്തുന്നവരും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഫിലിപ്പിയ സഭയ്ക്കുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ ചില ന്യൂനതകൾ, ചില കുറവുകൾ അവർക്ക് ഉണ്ടായിരുന്നു. അതിലൊന്ന് ഏതൊക്കെയോ ഇടങ്ങളിൽ ചെറിയ ഭിന്നത, ചെറിയ അസ്വാരസ്യങ്ങൾ, ചെറിയ വകതിരിവുകൾ, വകഭേദങ്ങൾ ഒക്കെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ, നിങ്ങളെക്കുറിച്ച് എനിക്ക് സന്തോഷമുണ്ട്, ആ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിലെത്താനായിട്ട് നിങ്ങൾ ഇക്കാര്യം കൂടെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്
അവരോട് നിങ്ങൾ നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി. നോക്കൂ, ഐക്യത ഉണ്ടായിരിക്കണം എന്നുള്ളതിന് എത്ര വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ പ്രാധാന്യം അപ്പോസ്തലനായ പൗലോസിന് നന്നായിട്ട് അറിയാം. താൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഒരുമിച്ച് ദൈവസഭ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ദൈവപ്രവൃത്തിയും ദൈവജനത്തിന് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നതും ഒക്കെ താൻ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ, ഒരുമിച്ച് ഉപവസിച്ചാൽ, ഒരുമിച്ച് കൈകോർത്താൽ ദൈവം അസാധ്യങ്ങളെ നമ്മുടെ മുന്നിൽ സാധ്യമാക്കി തീർക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇത് അറിയാവുന്നത് കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ അവരുടെ ഇടയിൽ ചെറിയൊരു ഭിന്നത പോലും ഉണ്ടാകരുത് എന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നത്. ചില കാര്യങ്ങളിൽ മാനുഷികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കുണ്ടായിരിക്കും. എന്നാൽ അതൊരിക്കലും അകൽച്ചയിലേക്കോ ഭിന്നതയിലേക്കോ ഒരു വ്യക്തി മറ്റു വ്യക്തിയുമായി ഇടർച്ചയുണ്ടാകുന്നതിലേക്കോ പോകാനായിട്ട് പാടില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങൾ തമ്മിൽ സംസാരിക്കുകയും അതിനെക്കുറിച്ചൊക്കെ സംവാദം അല്ലെങ്കിൽ നല്ല ചർച്ചകളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ലത് പുറത്തേക്ക് വരുന്നത്. പക്ഷെ അതെപ്പോഴും പോസിറ്റീവ് മൈൻഡോടെ, നല്ല മനസ്സോടെ ആയിരിക്കണം. മറ്റുള്ളവർക്കും ആത്മീയ വർധന ഉണ്ടാകണം. നല്ലത് പുറത്തു വരാൻ വേണ്ടി ആയിരിക്കണം. കൂടുതൽ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യാൻ വേണ്ടി ആയിരിക്കണം. ഈ മനോഭാവത്തോടെ ആയിരിക്കണം നമ്മൾ ചർച്ചകളിൽ ഏർപ്പെടേണ്ടത്. വേറൊരു വ്യക്തിയെ മനഃപൂർവ്വമായി ഹത്യ ചെയ്യാനോ വേറൊരു വ്യക്തിയുടെ ജീവിതത്തെ ദോഷകരമായി ഇമ്പാക്ട് ചെയ്യാനോ വിധത്തിലേക്ക് അത് പോകാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതേ ആശയത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾക്ക് ഐക്യത ഉണ്ടാകണമെങ്കിൽ, നിങ്ങളുടെ ഇടയിൽ ഭിന്നതകളെല്ലാം മറന്ന് അല്ലെങ്കിൽ അതെല്ലാം വിസ്മരിച്ച് നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാനായിട്ട് കഴിയണമെങ്കിൽ അടിസ്ഥാനപരമായി നിങ്ങളുടെ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അതെന്താണ്? യേശുക്രിസ്തുവിലുള്ള ഈ മനസ്സ്, ദിസ് മൈൻഡ്. ക്രിസ്തയേശുവിലുള്ള ഭാവമെന്ന് പൊതുവിൽ ഇവിടെ മലയാളത്തിൽ പറയുന്നെങ്കിലും ഇംഗ്ലീഷിൽ ലെറ്റ് ദിസ് മൈൻഡ്, ഈ മനസ്സ്, യേശുവിലുള്ള ഈ സ്വഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കണം. അപ്പോൾ യേശുവിലെ സ്വഭാവം ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന സ്വഭാവം എന്തെന്നുള്ളതാണ് അടുത്ത വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മറ്റൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, ഈ ഭാഗം നമുക്ക് വായിക്കാൻ എളുപ്പമാണ്, അല്ലെ? വായിക്കാനും ആസ്വദിക്കാനും എളുപ്പമാണ്. വായിച്ച് സന്തോഷിക്കാൻ നമുക്ക് എളുപ്പമാണ്. വേദപുസ്തകം മുഴുവനും നമുക്ക് വായിച്ച് സന്തോഷിക്കാൻ കഴിയും. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോഴേക്കും ഈ പാസേജും നമുക്ക് വായിച്ച് ആസ്വദിക്കാനായിട്ട് കഴിയും. പക്ഷേ നമ്മൾ ദൂരെ നിന്ന് യേശുവിൻ്റെ ഈ സ്വഭാവം കണ്ട് അതിനെക്കുറിച്ച് അഡ്മിർ ചെയ്ത് അല്ലെങ്കിൽ അതിനെ ആരാധിക്കുന്നത് നല്ലതാണ്. ഓഫ് കോഴ്സ് അത് നമുക്കുണ്ടാകണം. യേശുവിനെ പോലെ താഴ്മയുള്ള മറ്റാരുമില്ല. യേശു നമുക്ക് മാതൃക കാണിച്ചതുപോലെ താഴ്മയെക്കുറിച്ച് സ്വന്തം ജീവിതം കൊണ്ട് മാതൃക കാണിച്ചെന്ന വേറെ ആരെ കാണിക്കാനായിട്ട് കഴിയും? സ്വന്തം ശിഷ്യന്മാരുടെ പാദം കഴുകിയ ക്രിസ്തു. മറ്റെല്ലാ ഗുരുക്കന്മാരും ശിഷ്യന്മാരെ കൊണ്ട് പാദം കഴുകിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകിയ ക്രിസ്തു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ഈ താഴ്മ ദൂരെ നോക്കി നിന്ന്, ഒരു അകലത്തിൽ നിന്നുകൊണ്ട് നോക്കി കണ്ട് സന്തോഷിക്കാൻ, ക്രിസ്തുവിനെ പുകഴ്ത്താൻ, അതോർത്ത് കർത്താവിനെ ആരാധിക്കാൻ, ഓ അങ്ങ് എത്ര മഹാൻ, എത്ര വലിയവൻ, ഈ വലിയ കർത്താവ്, കർത്താവും ഗുരുവുമായവൻ തന്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകിയല്ലോ എന്ന് പറഞ്ഞ് ആരാധനയോടെ അതിനെ നോക്കിക്കാണാനും അതിനെ ഓർത്ത് കർത്താവേ അങ്ങേക്ക് സ്തുതി എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്താനും ഒക്കെ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത് അതല്ല. ഈ അഡ്മിറേഷൻ നമുക്ക് ഉണ്ടായിരിക്കട്ടെ, ഈ ഓഫുൾ ആയിട്ടുള്ള മനോഭാവം, നമുക്ക് കർത്താവിനെ അതിനാൽ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ആ മനോഭാവം ഉണ്ടായിരിക്കട്ടെ. It should be there. എന്നാൽ moreover, let this mind means that it is something that we have choice about. നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ നാം ഇത് തെരഞ്ഞെടുക്കണം. ഈ ക്രിസ്തുവിന്റെ മനസ്സ്, സ്വഭാവം നാം തെരഞ്ഞെടുക്കണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ദൈവമക്കളായിരിക്കുമ്പോൾ തന്നെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാം, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചോയ്സാണ്. പക്ഷേ അതിന്റെ ഫലവും നമ്മളാണ് അനുഭവിക്കാനായിട്ട് പോകുന്നത്. തെരഞ്ഞെടുത്താൽ നമുക്ക് അനുഗ്രഹമാണ് വരാൻ പോകുന്നത്. ദൈവിക അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് ഒഴുകിയെത്തും. അതിനെന്ത് ചെയ്യണം? ശരിയായ തെരഞ്ഞെടുപ്പ് നടത്തണം. ക്രിസ്തുയേശുവിലുള്ള ഭാവം എന്നിലും ഉണ്ടാകണം എന്ന മനസ്സും ആ താഴ്മയും നമുക്ക് ഉണ്ടാകണം. ഹല്ലേലൂയ. ഇനിയും നമ്മൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒന്നുകൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ മനസ്സ് ദൈവത്തിന്റെ ദാനം കൂടെയാണ്. നാം ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം നമുക്ക് ദാനമായി തരുന്നത് കൂടെയാണ്. 1 Corinthians 2:16 പറയുന്നത്, നാമോ ക്രിസ്തുവിന്റെ മനസ്സ്
ഉള്ളവർ ആകുന്നു എന്ന് പറയുന്നുണ്ട്. നാമോ ക്രിസ്തുവിന്റെ മനസ്സ് ഉള്ളവർ ആകുന്നു. ഫസ്റ്റ് കൊരിന്ത്യൻസ് 2:16 that we have the mind of Christ. I mean, but let this mind shows us that it is also something we must choose to walk in. You have to let it be so. അതാണ് അവിടെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. ദൈവം തന്നിരിക്കുന്ന ഏതൊരു സ്വഭാവവും അത് ജീവിതത്തിൽ പകർത്തണമോ വേണ്ടയോ എന്നുള്ള ചോയ്സ് അവസാന നിമിഷം വരെ നമുക്കുണ്ടായിരിക്കും. ഹല്ലേലൂയ. ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നാം നമ്മുടെ ജഡത്തെ അനുസരിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്വഭാവം പകർത്താനായിട്ട് നമുക്ക് കഴിയുകയില്ല. ദൈവം ഓൾറെഡി നമുക്ക് തന്നു, തൻ്റെ ആത്മാവിനെ തന്നു, പരിശുദ്ധാത്മാവിനെ തന്നു, ക്രിസ്തുവിന്റെ മനസ്സ് നമുക്ക് തന്നു. ക്രിസ്തുവിന്റെ മനസ്സ് നിങ്ങളിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ അതിനനുസരിച്ച് നടക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അതിനുള്ള സ്വാതന്ത്ര്യവും കൂടെ ദൈവം തന്നിട്ടുണ്ട്. നിർബന്ധിച്ച് അതിൽ നടത്തുകയല്ല ദൈവം ചെയ്യുന്നത്. യേശുവിനെ കർത്താവായി സ്വീകരിച്ചപ്പോൾ ക്രിസ്തുവിന്റെ മനസ്സ് ദൈവം നമുക്ക് തന്നു. പക്ഷേ അതിൽ നടക്കാനായിട്ട് നമുക്കൊരു തീരുമാനം ഉണ്ടായിരിക്കട്ടെ. ഈ വചനം അതിനായിട്ട് നമുക്ക് ബലവും പ്രോത്സാഹനവും നൽകി തരുമാറാകട്ടെ. അപ്പൊ ഇവിടെ ഈ വാക്യത്തെ ആസ്പദമാക്കി 2 ചോദ്യങ്ങൾ നമ്മോട് തന്നെ നമുക്ക് ചോദിക്കാം. 2 questions let us ask ourselves based on this verse. What is the mental attitude that I have towards myself? What's the mental attitude that I have towards myself? Hallelujah. Amen. രണ്ടാമത്തെ ചോദ്യം, second question, what is my mental attitude towards others? What is my mental attitude towards others? മറ്റുള്ളവരോടുള്ള എൻ്റെ മനോഭാവം അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം, എൻ്റെ മനസ്സ് എന്താണ്? ഹല്ലേലൂയ. ഈ 2 ചോദ്യങ്ങൾ ഈ വിഷയത്തെ ആസ്പദമാക്കി നമ്മുടെ ഉള്ളിലേക്ക് വരണം. നമുക്ക് നമ്മോട് തന്നെയുള്ള മനോഭാവം എന്താണ്? യേശുവിന്റെ മനസ്സുള്ളവർ എന്നാണോ, അതോ എനിക്കിതൊന്നും പ്രാപ്യമായ കാര്യമല്ല, എനിക്കിതൊന്നും പറഞ്ഞിട്ടില്ല, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല എന്നാണോ നമ്മൾ ചിന്തിക്കുന്നത്? നോ, ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത നമ്മിൽ ഉണ്ടാകരുത്. കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തത്, സ്നേഹിച്ചത് യേശുവിന്റെ സ്വഭാവമുള്ളവരാകാൻ വേണ്ടിയാണ്. ക്രിസ്തുവിനെ നമ്മിലൂടെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. യേശുവിനെ നമ്മിലൂടെ പ്രതിബിംബിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഒരിക്കലും നാം സ്വയം എനിക്കതിന് കഴിയില്ല, പ്രാപ്തിയില്ല എന്ന് ചിന്തിച്ച് പുറകോട്ട് പോകരുത്. ദൈവം നമ്മെ ശക്തീകരിക്കും. ആഗ്രഹിച്ചാൽ, പ്രാർത്ഥിച്ചാൽ കർത്താവ് നമുക്ക് അതിനുള്ള കൃപ തരും. ഹല്ലേലൂയ. ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അത് സംഭവിക്കണമെന്നില്ല, പെട്ടെന്ന് സംഭവിക്കണമെന്നില്ല. റിയലൈസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ആരാണ്? ഒരു ദൈവ പൈതലാണ്, ക്രിസ്തുവിന്റെ മനസ്സുള്ളവനാണ്. അത് റിയലൈസ് ചെയ്യുക, തിരിച്ചറിയുക എന്നത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. 2, അതിൽ നടക്കാനായിട്ട് ഒരു സമർപ്പണവും തീരുമാനവും നമുക്കുണ്ടാകുക എന്നുള്ളത് അതുപോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു വ്യക്തിക്ക് ഹംബിൾ മൈൻഡ്, മനസ്സിൽ താഴ്മയുണ്ടെങ്കിൽ, ഇവിടെ അടുത്തതാണല്ലോ പറയുന്നത്, യേശു ക്രിസ്തു താഴ്ന്നു വന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരുവന് മനസ്സിൽ താഴ്മയുണ്ടെങ്കിൽ ജീവിതത്തിലും അത് പുറത്ത് കാണും. തൻ്റെ മനസ്സിൽ ഗർവമാണുള്ളതെങ്കിൽ അത് പുറത്തും കാണും. ഹല്ലേലൂയ. ആത്മധൈര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നോട്ട് അബൌട്ട് കോൺഫിഡൻസ്. നമ്മൾ താഴ്മയുള്ളവരാണ് എന്നതിൻ്റെ അർത്ഥം കോൺഫിഡൻസ് ഇല്ലാത്തവരാകുക എന്നല്ല. നമുക്ക് ദൈവത്തിൽ, വി ഹാവ് എ കോൺഫിഡൻസ് ഇൻ ഗാഡ്. ദൈവത്തിലുള്ള ആശ്രയം നിമിത്തം, ബിക്കോസ് വി ട്രസ്റ്റ് ഇൻ ഗാഡ്, വി ഹാവ് ഫെയ്ത്ത് ഇൻ ഗാഡ്, വി വിൽ ഹാവ് ഡിവൈൻ കോൺഫിഡൻസ് ഇൻ അസ്. അതിനൊരു മാറ്റവും ഇല്ല. ആ ധൈര്യം നമുക്കുണ്ടാകണം. പക്ഷെ കോൺഫിഡൻസും ഹംബിൾനെസ്സും രണ്ടും രണ്ടാണ്. ഹംബിൾനെസ് ഉണ്ട് എന്നതിൻ്റെ അർത്ഥം കോൺഫിഡൻസ് ഇല്ല എന്നല്ല. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിലെ അതിശ്രേഷ്ഠ ഗുണങ്ങളിലൊന്നായി നാം കാണുന്ന ഈ ഹംബിൾ മൈൻഡ് നമുക്കുണ്ടെങ്കിൽ ആ ജീവിതവും, നമ്മുടെ ജീവിതവും ഹംബിളായി അത് വെളിപ്പെടും. അകത്താദ്യം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രാധാന്യം. അതിനായി രൂപാന്തരപ്പെടുക, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഓരോ ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ആമേൻ. ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ മൈൻഡ് ഓഫ് മീക്ക്നെസ് ആൻഡ് ഹ്യൂമിലിറ്റി. ക്രിസ്തുവിന്റെ മനസ്സ് എന്ന് പറയുന്നത് സൗമ്യതയുടെയും താഴ്മയുടെയും മനസ്സാണ്. ഹല്ലേലൂയ. ഈ നമ്മൾ ദൈവമക്കൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക് നമുക്ക് ഒരു കോൺഷ്യസ്, നമ്മൾ നമ്മുടെ വഴിയെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നാം എന്ത് ചിന്തിക്കുന്നു, നമ്മുടെ ഉള്ളിലെ ചിന്ത എന്താണ്, നാം എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് അത് നമ്മുടെ പ്രവൃത്തികളിലും നമ്മുടെ ബന്ധങ്ങളിലും വെളിപ്പെടും. നാം എന്താണോ ഉള്ളിൽ ചിന്തിക്കുന്നത് അത് നമ്മുടെ പ്രവൃത്തികളിലും നമ്മുടെ റിലേഷൻഷിപ്സിലും വെളിപ്പെടും. അകത്ത് നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ മനസ്സില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അത് വെളിപ്പെടുകയില്ല. ഉണ്ടെങ്കിൽ
അത് വെളിപ്പെടണം. ആമേൻ. ആ, ഈ ലോകമെന്ന് പറയുന്നത്, നമ്മൾ ജീവിക്കുന്ന ഈ ലോകമെന്ന് പറയുന്നത്, ഇറ്റ് ഓഫൺ പ്രൊമോട്ട്സ് സെൽഫ് പ്രൊമോഷൻ, അല്ലെ? നമ്മെ തന്നെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് പ്രൈഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ലോകമാണ്. അഹങ്കാരത്തെ, അഹന്തയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ലോകമാണ്. ഞാൻ, എന്റേത്, എനിക്കുള്ളത്, ഞാൻ കഴിഞ്ഞേ മറ്റെന്തുമുള്ളൂ, എനിക്ക് വേണ്ടി എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, അത് കഴിഞ്ഞ് എനിക്ക് അതാണ് പ്രാധാന്യം. വേറെ ആരും എനിക്ക് വിഷയമല്ല. മറ്റുള്ളവർ നശിക്കുന്നോ, മറ്റുള്ളവർക്ക് വേദനിക്കുന്നോ, മറ്റുള്ളവർ വിഷമിക്കുന്നോ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തോ ഉണ്ടോ ഇല്ലയോ, ഇതൊന്നും എൻ്റെ വിഷയമല്ല. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഭദ്രമാക്കുക എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ചിന്തിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആമേൻ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാവുക എന്ന് ഇവിടെ പഠിപ്പിക്കുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഈ സെൽഫ് സെന്റേഡ് പെർസ്പെക്റ്റീവിൽ നിന്ന് ആമേൻ പുറത്തു വരാനും, അതുപോലെ ക്രിസ്തുവിൽ ഫോക്കസ്ഡ് ആയിട്ട്, യേശുവിൽ ഫോക്കസ്ഡ് ആയിട്ട് ഒരു ജീവിതം നയിക്കുവാനും വേണ്ടിയാണ്. ക്രിസ്തുവിനെ നോക്കുമ്പോൾ ക്രിസ്തുവിന്റെ വാക്കുകൾ, ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ, ക്രിസ്തുവിന്റെ ജീവിതം, അതിനെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്വഭാവം അതുപോലെ അനുകരണീയമായി തീരും, അല്ലെ? അതിനെ അനുകരിക്കുന്നതായി മാറും. ഹല്ലേലൂയ. നമുക്ക് ഒരു വ്യക്തിയോട് ഭയങ്കര ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ അവരുടെ മാനറിസം ഒക്കെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മൾ അറിയാതെ തന്നെ അത് സംഭവിക്കും. അവരുടെ സ്വരം, അവരുടെ രീതി, അവരുടെ നടപ്പ്, അതൊക്കെ നമ്മൾ അറിയാതെ സംഭവിക്കും. ഫോക്കസ് ഓൺ ക്രൈസ്റ്റ്. ലോകത്തെ അല്ല, യേശുവിനെ നോക്കുക. യേശുവിനെ നമ്മൾ നോക്കുന്നെങ്കിൽ യേശുവിൻ്റെ വാക്കുകൾ, യേശുവിൻ്റെ സ്വഭാവം, യേശുവിൻ്റെ പ്രവൃത്തി, യേശുവിൻ്റെ രീതി, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തപ്പെടും. യേശു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ, യേശു സംസാരിച്ചതുപോലെ സംസാരിക്കാൻ, യേശു ഇടപെട്ടതുപോലെ, ബന്ധങ്ങളെ നോക്കിക്കണ്ടതുപോലെ നോക്കിക്കാണാൻ ഒക്കെ നമ്മൾ തുടങ്ങുന്നപ്പോഴാണ് ക്രൈസ്റ്റ് ഫോക്കസ്ഡ് ആകുമ്പോഴാണ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് സെൽഫ് ഫോക്കസ്ഡ് ആകേണ്ട, സെൽഫ് സെന്റേഡ് ആകേണ്ട, വേൾഡ് ഫോക്കസ്ഡ് ആകേണ്ട, ലോകത്തിനെയും ഫോക്കസ് ചെയ്യേണ്ട, ക്രിസ്തുവിനെ നോക്കി ജീവിപ്പാനായിട്ട് ആമേൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. മാക്സ് ലുക്കാഡോ എന്ന ഒരു എഴുത്തുകാരൻ, മാക്സ് ലൂക്കാഡോ എന്ന എഴുത്തുകാരൻ ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ദ ട്രൂ ടെസ്റ്റ് ഓഫ് യുവർ സ്പിരിച്വാലിറ്റി ഈസ് വാട്ട് യു ഡു വിത്ത് യുവർ പവർ. ദ ട്രൂ ടെസ്റ്റ് ഓഫ് യുവർ സ്പിരിച്വാലിറ്റി ഈസ് വാട്ട് യു ഡു വിത്ത് യുവർ power. Humble yourself. Have the same mind as Christ, seeking to serve rather than be served. Humble yourself. Have the same mind as Christ, seeking to serve rather than be served. നിങ്ങൾക്ക് ശക്തി ഉള്ളപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ശക്തി കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് യഥാർത്ഥ ആത്മീയത. നിങ്ങൾക്ക് ഒരാളെ തിരിച്ചടിക്കാൻ ശക്തി ഉണ്ടായിട്ടും നിങ്ങൾ അത് ചെയ്യാതിരിക്കുമ്പോഴാണ് നിങ്ങളിലുള്ള യഥാർത്ഥ ആത്മീയ സ്വഭാവം, അല്ലെങ്കിൽ യഥാർത്ഥ ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ സ്വഭാവം നമ്മിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം ക്രിസ്തുവിനെ മാതൃകയാക്കുന്നത് ആയിരിക്കട്ടെ. ഈ 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വലിയൊരു ചാലഞ്ചാണ്, വലിയൊരു വെല്ലുവിളിയാണ് നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. നമ്മുടെ ഗർവ, അഹങ്കാരം, നിഗളം, ഞാൻ എന്ന ഭാവം എല്ലാം ഉടച്ചു കളഞ്ഞ് ക്രിസ്തുവിലുള്ള യേശുവിൻ്റെ ആ താഴ്മ നമ്മിലേക്ക് പകർത്താനുള്ള വലിയ ആഹ്വാനമാണ് ആമേൻ ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ ഉറപ്പിച്ചതുപോലെ അതൊരിക്കലും സെൽഫ് കോൺഫിഡൻസിനെ തകർക്കുന്ന കാര്യമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. രണ്ടും തമ്മിൽ എൻറ്റയർലി ഡിഫറൻറ്റ്. നമുക്ക് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ എന്ന് പറയുമ്പോൾ തന്നെ, ആ ചിന്ത ഉണ്ടായിരിക്കുമ്പോൾ തന്നെ, ഐ ആം സ്ട്രോങ് ഇൻ ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിൽ ശക്തനാണ് എന്ന് പറയുമ്പോൾ തന്നെ, ഐ ആം ഓൾസോ ഹംബിൾ. ആമേൻ, ഞാൻ ക്രിസ്തുവിൽ താഴ്മയുള്ളവനാണ്. ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് ഹംബിൾ. യേശു താഴ്മയുള്ളവനാണ്. അതുകൊണ്ട് ഞാനും താഴ്മയുള്ളവനായിരിക്കും എന്നുള്ള മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് 6-ാമത്തെ വാക്യത്തിലേക്ക് കടക്കാം. ഞാൻ ആ വാക്യം ആദ്യം ഒന്ന് വായിക്കാം. വേഴ്സ് 6, ചാപ്റ്റർ 2 വേഴ്സ് 6 മലയാളത്തിൽ വായിക്കുന്നു: അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ.
who being in the form of God, who being in the form of God, did not consider it robbery to be equal with God. Who being in the form of God did not consider it robbery to be equal with God. ആമേൻ. നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഒന്ന്, ഹു ബീയിങ്, അവൻ ആയിരിക്കെ അല്ലെങ്കിൽ ആയിരുന്നു, ആണ്, അല്ലെ, അവനാണ്. പ്രൈസ് ലോർഡ്. ബീയിങ് ഇൻ ദ ഫോം ഓഫ് ഗോഡ്, അവൻ ദൈവരൂപത്തിൽ ആണ്. ദൈവരൂപത്തിൽ ആണ് ആര്? ക്രിസ്തു. ക്രിസ്തു ബീയിങ് ഇൻ ദ ഫോം ഓഫ് ഗോഡ്. യേശു ദൈവരൂപത്തിൽ ആണ്. ദൈവത്തിന് രൂപമുണ്ടോ? ഇസ് ഗോഡ് ഹാസ് എ ഫോം? ഉണ്ടോ? ഇന്നുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിന് രൂപമുണ്ടോ? ഇല്ല എന്ന് പറയുന്നവരോട് അടുത്ത ചോദ്യം ഇല്ല. അല്ല, ഉണ്ട് എന്ന് പറയുന്നെങ്കിൽ എങ്ങനെ ഇരിക്കും ദൈവം? ദൈവരൂപം എന്തായിരിക്കും? ദൈവവചനം പറയുന്നു, ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നമുക്കുള്ളതുപോലെ ദൈവത്തിന്റെ കൈകൾ, കാലുകൾ, കണ്ണുകൾ, മൂക്ക്. ദൈവവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇതെല്ലാം ദൈവത്തിനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. യഹോവയുടെ ഭുജം വീര്യം പ്രവർത്തിക്കുന്നു, അപ്പോൾ ദൈവത്തിന് കൈയുണ്ട്. യഹോവയുടെ കണ്ണുകൾ ദർശിക്കുന്നു, അപ്പോൾ ദൈവത്തിന് കണ്ണുകളുണ്ട്. അവന്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി. ചിലർ സിഗരറ്റ് വലിക്കാൻ വേണ്ടി എടുക്കുന്ന വാക്യമാണ്. ദൈവം പുക വിടുന്നുണ്ട്, പിന്നെ ഞാൻ വിടുന്നതിന് കുഴപ്പമെന്താ എന്ന രീതിക്ക്. അങ്ങനെയല്ല, ദൈവത്തിന്റെ മഹത്വത്തെ കാണിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എനിവേ, അപ്പൊ ദൈവത്തിന് മൂക്കുണ്ട് എന്നതിൽ നിന്ന് വ്യക്തമാണ്, അല്ലെ? വിഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. എന്നാൽ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടുന്ന് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന് വായുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ കാണുമ്പോൾ ഹിമം പോലെ, പഞ്ഞി പോലെ വെളുത്ത മുടി. അപ്പോ ദൈവത്തിന് മുടിയുണ്ട്, തലമുടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇരിക്കും, സിംഹാസനത്തിൽ ഇരിക്കുന്നു. യഹോവ എഴുന്നേൽക്കുന്നു, അപ്പൊ ദൈവം എഴുന്നേൽക്കുന്നു. യഹോവ അവന്റെ നടുവിൽ നടകൊണ്ടപ്പോൾ ഭൂമി കുലുങ്ങി എന്ന് കാണുന്നു, അപ്പൊ ദൈവം നടക്കുന്നു. അവൻ കെരൂബുകളെ വാഹനമാക്കി പറന്നു, മേഘാരൂഢനായി വരുന്നു. ഇതെല്ലാം കാണിക്കുന്നത് ദൈവത്തിന് രൂപം ഉണ്ടെന്നാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതെന്നൊന്നും മാത്രം പറയാൻ പറ്റില്ല, ദൈവത്തിന് രൂപം ഉണ്ടെന്നാണ്. അതുപോലെ പുസ്തകങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴേക്കും ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. അപ്പൊ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ്. രൂപമില്ലെങ്കിൽ എങ്ങനെ കാണാൻ പറ്റുന്നത്? ദൈവത്തിന് രൂപമുണ്ട് എന്ന് വ്യക്തമാണ്. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ ആവർത്തിച്ച് പറയും. ബൈബിളിലെ പല ഭാഗങ്ങളിലും അതിനെ പല രീതിയിൽ പല വിഷയങ്ങളുള്ള ബന്ധത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. നാവുകൊണ്ട് ദൈവത്തെ പുകഴ്ത്തുകയും ആ നാവ് കൊണ്ട് ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നു എന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് കാണും. അപ്പോൾ ദൈവത്തിന് രൂപമുണ്ട്. ഇവിടെ പറയുന്നു യേശു ദൈവരൂപത്തിൽ ഇരിക്കെ. ഹല്ലേലൂയ. യേശു ദൈവരൂപത്തിൽ ഇരിക്കെ, അതിന്റെ അർത്ഥം അവിടുന്ന് ദൈവമാണ് എന്നാണ്. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ എന്നുള്ളത് കൊണ്ട് മനുഷ്യൻ ദൈവമാകത്തില്ല. ബിക്കോസ് ഹി ഈസ് ബീങ് ക്രിയേറ്റഡ്. ഹ്യൂമൻ ബീയിങ്സ് വെയർ ക്രിയേറ്റഡ്, സൃഷ്ടിക്കപ്പെട്ടു. സൃഷ്ടിക്കപ്പെട്ടത് ദൈവമാകത്തില്ല. സൃഷ്ടി നടത്തുന്നവനാണ്, അല്ലെങ്കിൽ എല്ലാം സൃഷ്ടിക്കാൻ കഴിയുന്നവൻ. എന്തെങ്കിലും സൃഷ്ടി നടത്തുന്നു, കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടല്ല, എല്ലാം സൃഷ്ടിക്കാൻ, എന്തും സൃഷ്ടിക്കാൻ കഴിയുന്നത് കൊണ്ട്. ദൈവം സൃഷ്ടികർത്താവായതുകൊണ്ട് അവിടുത്തെ ദൈവമാണ്. എന്നാൽ മനുഷ്യൻ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് മനുഷ്യൻ എന്താകത്തില്ല? ദൈവമാകത്തില്ല. എന്നാൽ ചില വിഷയങ്ങളിൽ ദൈവം മനുഷ്യനെ
ദൈവമാക്കി വെച്ചു എന്ന് ബൈബിളിലുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് മനുഷ്യനെ ആരാധിക്കാൻ കഴിയും എന്ന ആശയത്തിലല്ല. ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു എന്ന് മോശയോട് ദൈവം പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അഹരോനെ നിനക്ക് പ്രവാചകനാക്കിയിരിക്കും എന്ന് പറയുന്നത് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം മോശ ദൈവമാണെന്നല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോ അവിടെ ആ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ ഫറവോന്റെ മേൽ അധികാരം, ദൈവത്തിന്റെ അധികാരം പ്രയോഗിക്കാൻ ദൈവം മോശയ്ക്ക് കൊടുത്ത പൊസിഷനെ, പ്രിവിലേജിനെ കാണിക്കാൻ ദൈവം ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് ദൈവം എന്നുള്ളത് അവിടെ. എന്നാൽ സ്രഷ്ടാവായ ദൈവം എൽ എല്യോൻ എന്നും എലോഹിം എന്നും യാഹുവേ ഹോവ എന്നുമൊക്കെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആമേൻ നിത്യനായ, സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ ആ ദൈവം, വലിയവനായ ദൈവം, ആ ദൈവരൂപത്തിൽ ക്രിസ്തു ആയിരിക്കുന്നു, ആയിരുന്നു, ആയിരിക്കുന്നു എന്നാണ് നമുക്ക് പൗലോസ് അപ്പോസ്തലന്റെ ഈ വാക്കിലൂടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ യേശു ക്രിസ്തു ദൈവമാണ് എന്നുള്ളതിനെ തെളിയിക്കുന്ന ഒരു വലിയ വാക്യം കൂടെയാണ്, ഒരു വലിയ ഭാഗം കൂടെയാണ് ഈ വേദഭാഗം. യേശു കേവലം മനുഷ്യൻ മാത്രമാണ് എന്ന് ചിലർ പറയുമ്പോൾ അല്ല, യേശു സാക്ഷാൽ ദൈവം ആണ് എന്ന് കാണിക്കുന്ന അതിപ്രാധാന്യമുള്ള വാക്യങ്ങളിൽ ഒന്നാണ് ഈ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ 6-ാമത്തെ വാക്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ലോർഡ്. ഹി ഈസ് ബീയിങ് ഇൻ ദ ഫോം ഓഫ് ഗോഡ്, ഹു ബീയിങ് ഇൻ ദ ഫോം ഓഫ് ഗോഡ്. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ. നമുക്ക് അവിടെ അല്പസമയം നിന്ന് ഒന്ന് ചിന്തിക്കാം. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ. ആമേൻ. അപ്പോ ഇത് കാണിക്കുന്നത്, ദിസ് ഡിസ്ക്രൈബ്സ് ജീസസ് പ്രീ ഇൻകാർണേറ്റ് എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ യേശു ഇൻകാർണേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്, ജഡത്തിൽ വെളിപ്പെടുക. ഈ ഇൻകാർണേഷൻ എന്നുള്ള പദം തന്നെ ചിലർക്ക് ഇഷ്ടപ്പെടാത്തൊരു പദമാണ്. കാരണം അവതരിക്കുക എന്ന അർത്ഥം അതിന് ഉള്ളതുകൊണ്ടാണ്. പക്ഷെ യേശുവിന്റെ ഇൻകാർണേഷൻ എന്നുള്ളത് ആ ശരിയായ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നെങ്കിൽ ടേമിന്, ആ ഉപയോഗിക്കുന്ന വാക്കിന് നമുക്ക് വാക്കുകളുടെ പരിമിതിയുണ്ട്. എല്ലാത്തിനും എക്സാക്ട് വേർഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് എക്സാക്ട് എക്സ്പ്രഷൻ ആകണമെന്നുമില്ല, ഒരു പരിധിവരെ ആകാം. അതിൽ ചിലതിന് നമ്മുടെ എല്ലാ വൊക്കാബുലറീസിനും ഒരു പൂർണ്ണത കുറവുണ്ട്. നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ നമ്മൾ കാണുന്നതെല്ലാം അതുപോലെ വാക്കുകൊണ്ട് പറഞ്ഞ് അർത്ഥപൂർത്തി വരുത്താനൊന്നും നമുക്ക് പറ്റത്തില്ല, പരിമിതിയുണ്ട്. അതുകൊണ്ട് ഇൻകാർണേഷൻ എന്നുള്ള പദം തെറ്റാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, എൻ്റെ ചിന്തയാണ്. എനിവേ, യേശുവിൻ്റെ പ്രീ ഇൻകാർണേറ്റ് എക്സിസ്റ്റൻസിനെ, യേശു ഭൂമിയിൽ മനുഷ്യനായി വെളിപ്പെടുന്നതിന് മുൻപേ ഉള്ള അവസ്ഥയെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അതിന് യാതൊരു സംശയവും ഇല്ല. യേശു ഈ ഭൂമിയിലേക്കുള്ള വരവിനെ പ്രത്യക്ഷത, മനുഷ്യ പ്രത്യക്ഷത, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഇൻ ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിൽ യേശു വെളിപ്പെട്ടത്, എപ്പിഫാനി എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രത്യക്ഷത എന്ന ആശയത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പൗലോസിന്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ യേശുവിൻ്റെ പ്രീ ഇൻകാർണേറ്റ് എക്സിസ്റ്റൻസിനെ കാണിക്കുന്നതാണ് ഈ ഭാഗം, ഈ പദപ്രയോഗം, ബീയിങ് in the form of God. And we must remind ourselves that Jesus did not begin his existence in the manger at Bethlehem, but is eternal God. നമ്മൾ വീണ്ടും ഒരു ക്രിസ്മസ് വാരത്തിലേക്ക് കൂടെ അടുത്തു വരികയാണ്. പല വിധത്തിൽ മനുഷ്യർ അത് ആഘോഷിക്കാറുണ്ട്, ചിലർ ആഘോഷിക്കാറില്ല. ചിലര് ഓരോരുത്തരുടെയും അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വ്യത്യാസമാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയാനൊന്നുമല്ല. എന്നാൽ യേശു ബത്ലഹേമിൽ ജനിക്കുന്നതിന് മുൻപേ ഹി വാസ് ദർ. ഒരുപാട് വാക്യങ്ങൾ യേശു തന്നെ പറയുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ അബ്രഹാമിനും മുമ്പേ ഉണ്ടായിരുന്നു. അബ്രഹാം ഈ ദിവസം, എൻ്റെ ഈ ദിവസം കാണുവാൻ ആഗ്രഹിച്ചു, കണ്ടുമിരിക്കുന്നു, അങ്ങനെ സന്തോഷിച്ചു ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട്.
അബ്രഹാം വിശ്രമത്തിലാണെങ്കിലും കണ്ടു സന്തോഷിക്കുന്നു എന്ന ഒരാശയം അതിനകത്തുണ്ട്. നമ്മുടെ വിഷയം അവിടെ അല്ലാത്തതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല. അപ്പോൾ അബ്രഹാമിന് മുൻപേ ഞാൻ ഉണ്ടായിരുന്നവൻ എന്ന് യേശു പറയുകയാണ്. ഒത്തിരി വാക്യങ്ങൾ അതുപോലുള്ള യേശുവിന്റെ പ്രസ്താവനകളുണ്ട്, അപ്പോസ്തലന്മാരുടെ പ്രസ്താവനകളുണ്ട്, പഴയ നിയമത്തിൽ നിന്നുള്ള ഉദ്ധാരണികളുണ്ട്. ഇതെല്ലാം യേശുവിന്റെ പ്രീ എക്സിസ്റ്റൻസിനെ എന്ന് പറഞ്ഞാൽ പ്രീ ഇൻകാർണേറ്റ് എക്സിസ്റ്റൻസിനെ, ഭൂമിയിൽ യേശു ജനിക്കുന്നതിന് മുൻപേ യേശു ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നതാണ്. അതുതന്നെ ബിബ്ലിക്കൽ തിയോളജി അനുസരിച്ച്, ദൈവവചനത്തിന്, ബൈബിളിന്റെ ദൈവശാസ്ത്രം അനുസരിച്ച് അങ്ങനെ ഉണ്ടായിരുന്നവൻ ആകയാൽ യേശു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനുഷ്യന് അവന്റെ ജനനത്തോടുകൂടെയാണ് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ആരംഭിക്കുന്നത്. ഈ ഭൂമിയിലെ അമ്മയുടെ ഉള്ളിൽ ഉരുവാകുന്നത് മുതലാണ് മനുഷ്യന്റെ ഈ ഭൂമിയിലെ എക്സിസ്റ്റൻസ് ആരംഭിക്കുന്നത്. ആമേൻ. ഓക്കെ, എനിവേ ഞാൻ അവിടെ ഒത്തിരി നിൽക്കുന്നില്ല. പക്ഷെ യേശു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപേ, ബത്ലഹേമിൽ ജാതനാകുന്നതിന് മുൻപേ യേശു ഉണ്ടായിരുന്നു. ആമേൻ. അപ്പോൾ ഇവിടുത്തെ അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ, ബീങ് എന്നുള്ള പദം നമ്മൾ അല്പ ശ്രദ്ധയോടെ ചിന്തിക്കേണ്ട ഒരു പദപ്രയോഗമാണ്. നിങ്ങൾ എൻ്റെ ഒപ്പം വരണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതുപോലെ വളരെ വളരെ പ്രാധാന്യമുള്ളത്, അപ്പോൾ തന്നെ ചിലർക്ക് ചില പ്രയാസമായിട്ട് തോന്നുന്ന ഒരു ഭാഗം കൂടെയാണ്. പക്ഷേ പരമാവധി ലളിതമായി അത് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ വാക്ക് അല്ലെങ്കിൽ ഈ ബീങ് എന്നുള്ള പദം പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്നത് അത് ഗ്രീക്കിൽ നിന്നുള്ള ഒരു ക്രിയാപദത്തിൽ നിന്ന്, വെർബിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. അത് ഹ്യൂപ്പർകെയിൻ എന്ന പദമാണ്. ഹ്യൂപ്പർകെയിൻ എന്നുള്ള പദമാണ്. അതിന്റെ അത് വിച്ച് ഡിസ്ക്രൈബ്സ് ദാറ്റ് വിച്ച് എ മാൻ ഈസ് ഇൻ ഹിസ് വെരി എസൻസ്. അരിസ്റ്റോട്ടിലിയൻ തിയറിയൊക്കെ ഈ വാക്യം അല്ലെങ്കിൽ ഈ പദം വിശദീകരിക്കാനായിട്ട് അരിസ്റ്റോട്ടലിന്റെ പദപ്രയോഗമൊക്കെ ഉദ്ധരിക്കാറുണ്ട്, അദ്ദേഹം ഉപയോഗിച്ചുള്ള പദപ്രയോഗം. എന്ന് പറഞ്ഞാൽ ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് വിച്ച് എ മാൻ ഈസ് ഇൻ ഹിസ് വെരി എസൻസ് ആൻഡ് വിച്ച് കനോട്ട് ബി ചേഞ്ച്ഡ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദാറ്റ് പാർട്ട് ഓഫ് എ മാൻ വിച്ച് ഇൻ എനി സർക്കംസ്റ്റാൻസസ് റിമൈൻസ് ദ സെയിം. ബാർക്ലേ ആണ് ഈ വിശദീകരണം, വില്യം ബാർക്ലേ എന്ന കമന്റേറ്ററുടെ വിശദീകരണമാണ് ഹ്യൂപ്പർകൈൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൽ നിന്ന്, ആ വെർബിൽ നിന്ന്, ആ ക്രിയാപദത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു പദമാണ് ബീയിങ് എന്നതിന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആമേൻ. എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ദൈവരൂപത്തിൽ ഇരിക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഷെയ്പ്പിനെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് ചിന്ത വരും. ആ ഷെയ്പ്പ് എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്ന ഷെയ്പ്പ് അതല്ല ഉദ്ദേശിക്കുന്നത്. വെരി എസൻസ് ഇൻ മാൻ എന്ന് പറഞ്ഞാൽ നമ്മിൽ മാറാത്ത ഒരു വ്യക്തിത്വം ഉള്ളിലുണ്ട് എന്ന് ഗ്രീക്ക് ഫിലോസഫേഴ്സ്, അരിസ്റ്റോട്ടലിനെ പോലുള്ള ഫിലോസഫേഴ്സ് പറഞ്ഞിരുന്നു. അരിസ്റ്റോട്ടിൽ ജീവിക്കുന്നത്, ആമേൻ, സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയവരൊക്കെ നമുക്കറിയാം BC പൗലോസിനൊക്കെ മുൻപ് ജീവിച്ചവരാണ്. അവരുടെ ചിന്താഗതികളിൽ നിന്ന്, പ്രത്യേകിച്ച് അരിസ്റ്റോട്ടലിന്റെ ചിന്താഗതിയിൽ ഉണ്ടായ ഒരു പദപ്രയോഗമാണ് മനുഷ്യന്റെ രൂപത്തിന് മാറ്റം വരും, പുറമേയുള്ള രൂപത്തിന് മാറ്റം വരും, ഫാഷൻ അല്ലെങ്കിൽ അവന്റെ ഷെയ്പ്പ്, ഇതിനൊക്കെ മാറ്റം വരും. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കാണുന്ന രൂപമല്ല ചില വർഷങ്ങൾ കഴിയുമ്പോൾ. ഓരോ പ്രായത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരും. പിന്നെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരാം, പല കാര്യങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ വരാം. രോഗം നിമിത്തം ശരീരത്തിന്റെ രൂപത്തിന് മാറ്റങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഈ വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റം വരുന്ന ഒന്നിനെ കാണിക്കാനല്ല, മാറ്റമില്ലാത്ത ഒന്നിനെ കാണിക്കാൻ. There is a very essential part in a human being which cannot be changed, which will be forever. മാറ്റമില്ലാത്ത ഒരു എസൻഷ്യൽ പാർട്ട് മനുഷ്യനിലുണ്ട് എന്നത് കാണിക്കാനാണ് ആ വാക്ക് ഗ്രീക്ക് ഫിലോസഫേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളത്, യവന തത്വചിന്തകന്മാർ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അത്രയും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. നമുക്ക് പുറമേ കാണുന്ന ഒരു ശരീരമുണ്ട്. ഈ ശരീരത്തിന് പല മാറ്റങ്ങൾ വരും. അതിനെ അല്ല രൂപമെന്ന് ഈ പദത്തിലൂടെ അർത്ഥമാക്കുന്നത്. രൂപം അതിനും രൂപം എന്ന് പറയുമ്പോൾ എൻ്റെ രൂപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ, നരച്ച മുടി, പിന്നെ അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ രൂപത്തെക്കുറിച്ച് പക്ഷേ
ഹ്യൂപ്പർക്കെയിൻ എന്ന പദം അങ്ങനെയുള്ള പുറമേ കാണുന്ന മാറുന്ന ഷേപ്പിനെ, മാറുന്ന രൂപത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പദമല്ല. മനുഷ്യനിൽ മാറാത്ത, എന്തൊക്കെ സംഭവിച്ചാലും മാറാത്ത, കനോട്ട് ബി ചേഞ്ച്ഡ് ആയിട്ടുള്ള, അൺചേഞ്ചബിൾ ആയിട്ടുള്ള ഒരു വെരി എസൻസ് ഹ്യൂമനിൽ, ഒരു മനുഷ്യനിൽ അല്ലെങ്കിൽ വ്യക്തികളിൽ ഉണ്ട്. സാഹചര്യത്തിനനുസരിച്ച് അത് മാറത്തില്ല. ഇറ്റ് റിമെയിൻസ് ദ സെയിം. അതിനുപയോഗിക്കുന്ന പദമാണ് ഹ്യൂപ്പർക്കെയിൻ എന്ന പദം. ഈ പദമാണ് പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തു ബീയിങ് ആയിരിക്കെ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ, ബീയിങ്, ഇരിക്കെ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഈ പദമാണ്. എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിന്, യേശുവിലെ ഈ സ്വഭാവത്തിന്, യേശുവിലെ ഈ രൂപത്തിന് ഒരു കാലത്തും മാറ്റം വരത്തില്ല, വ്യത്യാസം വരത്തില്ല. ഏത് രൂപത്തിന്? ദൈവം എന്ന രൂപത്തിന്, അല്ലെങ്കിൽ ഡെയിറ്റിക്ക്, അല്ലെങ്കിൽ ഡിവിനിറ്റിക്ക്, യേശുവിലെ ദൈവത്വത്തിന് ഒരു കാലത്തും മാറ്റം വരത്തില്ല. അത് പ്രീ ഇൻകാർണേറ്റ് ആയ കാലത്ത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇൻകാർണേറ്റ് ആയപ്പോഴും, മാനിഫെസ്റ്റ് ചെയ്തപ്പോഴും, ഭൂമിയിൽ വെളിപ്പെട്ടപ്പോഴും, ഇനിയും അങ്ങോട്ടും അതിന് ആ എസൻഷ്യൽ ഫോമിന്, ബീയിങ്ങിന് മാറ്റമില്ല. ഈ പദമാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ എന്തുകൊണ്ട് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞു എന്ന് ചിലർക്കെങ്കിലും മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുകയാണ്. യേശു കേവലം മനുഷ്യൻ മാത്രമാണ്, ദൈവമല്ല എന്ന് പറയുന്നവർക്ക് ഈ പദം ഒരു വലിയ ചലഞ്ചാണ്. കാരണം യേശുവിലെ ദൈവത്വത്തിന് ഒരിക്കലും മാറ്റമില്ല. മുൻപ് സ്വർഗത്തിലായിരുന്നപ്പോൾ മാറ്റമില്ല, ഭൂമിയിൽ മനുഷ്യനായി വന്നപ്പോഴും ഈ ദൈവത്വത്തിന് മാറ്റമില്ല. യേശു ദൈവം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ദൈവത്വത്തിന് ഒരിക്കലും മാറ്റമില്ല. അവൻ ദൈവമാണ്. ഹി ഈസ് ഗോഡ് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്. ഹി ഈസ് അൽഫ ആൻഡ് ഒമേഗ, ബിഗിനിങ് ആൻഡ് ദ എൻഡ്, ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. അവൻ മുൻപ് എങ്ങനെ ദൈവമായിരുന്നുവോ അങ്ങനെ അവിടുന്ന് ചരിത്രത്തിൽ വന്നപ്പോഴും, ഭൂമിയിൽ മനുഷ്യനായി വന്നപ്പോഴും അവിടുന്ന് അപ്പോഴും ദൈവം തന്നെയാണ്. യേശു മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോഴും അവന്റെ ദൈവത്വത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. യേശുവിലെ ദൈവത്വം അങ്ങനെ തുടരുന്നു. അത് നിത്യതയിലും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. യേശുവിലെ ദൈവത്വത്തിന് മാറ്റമില്ല. എന്ന് പറഞ്ഞാൽ യേശുവിൽ നിന്ന് ദൈവത്വം മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യവും ഒരിക്കലും ഉണ്ടാവുകയില്ല, ഉണ്ടായിട്ടില്ല എന്ന് ഈ വാക്യം ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ ഇതേക്കുറിച്ചാണ് അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ എന്നതിന് പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്ന ഹ്യൂപ്പർക്കെയിൻ എന്ന വാക്കിനെ ആസ്പദമാക്കി നമുക്ക് കാണുവാൻ കഴിയുന്ന ചിന്താഗതി. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അതിന്റെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ ആവർത്തനമോ ഒക്കെ തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പോൾ, ബൈ ദ യൂസ് ഓഫ് ദ ഗ്രീക്ക് വേർഡ് ട്രാൻസ്ലേറ്റഡ് ബീയിങ്, ഇൻഫോംസ് ഹിസ് ഗ്രീക്ക് റീഡേഴ്സ് ദാറ്റ് our Lord's possession of the divine essence did not cease to be a fact when he came to earth to assume human form. മനുഷ്യരൂപത്തിൽ യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശുവിലുള്ള ഡിവൈൻ എസൻസ് ഡിഡ് നോട്ട് സീസ്. യേശുവിലുള്ള ദൈവ സ്വഭാവം അല്ലെങ്കിൽ ദൈവത്തിന്റെ സാരാംശം, അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അത് കുറഞ്ഞു പോയിട്ടില്ല, അതില്ലാതായി തീർന്നിട്ടില്ല. This word alone is enough to refute the claim of modernism that our Lord emptied himself of his deity when he became man. വെസ്റ്റ് എന്ന എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നതാണ് ഈ പദപ്രയോഗം. ഈ ഒരൊറ്റ വാക്ക് മതി, ഈ ഒരൊറ്റ വാക്യം മതി എന്തിന്? യേശു തന്റെ ദൈവത്വം ഉപേക്ഷിച്ചാണ് ഭൂമിയിൽ വന്നത് എന്നതിനെ റെഫ്യൂട്ട് ചെയ്യാനായിട്ട്, പ്രതിരോധിക്കാനായിട്ട് ഒരൊറ്റ വാക്ക് മതി എന്ന് വെസ്റ്റ് എന്ന എഴുത്തുകാരൻ പറയുകയാണ്. നിങ്ങൾക്ക് അത് വ്യക്തമായി എന്ന് ഞാൻ കരുതുകയാണ്. എന്ന് പറഞ്ഞാൽ യേശുവിലെ ദൈവത്വത്തിന് ഒരു കാലത്തും ഒരിക്കലും മാറ്റമില്ല. മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോഴും യേശുവിലെ ദൈവത്വം അത് തുടർന്നു, കണ്ടിന്യൂ ചെയ്തു, അതിന് മാറ്റം വന്നിട്ടില്ല. ദൈവത്വം ഉപേക്ഷിച്ചല്ല യേശു ഭൂമിയിലേക്ക് വന്നു. പിന്നെ എന്താണ് ഉപേക്ഷിച്ചത് എന്നുള്ളത് നമുക്ക് പുറകെ ചിന്തിക്കാം. ആമേൻ. യേശു എന്താണ് പുറകിൽ ഉപേക്ഷിച്ചിട്ട് വന്നത് എന്നുള്ളത് നമുക്ക് പുറകെ ചിന്തിക്കാം. അടുത്ത ഭാഗത്തേക്ക് കടക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം. പക്ഷെ ദൈവത്വം യേശുവിൽ ഇന്നലെയും ഇന്നും എന്നേക്കും ഒരുപോലെ
തുടരുന്നതാണ്. ഈ ചിന്ത നമ്മിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകരുത്. മറ്റൊരു ചിന്തയ്ക്ക് ഇടം കൊടുക്കാതിരിക്കുന്നതാണ് കൃപയിൽ നിലനിൽക്കുന്നതിന് നല്ലത്, ഉപദേശത്തിൽ നിലനിൽക്കുന്നതിന് നല്ലത്, വചനത്തിൽ നിലനിൽക്കുന്ന നല്ലത്. കാരണം അതാണ് ഫാക്ട്, അതാണ് സത്യം. യേശുവിലെ ദൈവത്വത്തിന് ഒരിക്കലും മാറ്റം വന്നിട്ടില്ല, വരികയുമില്ല. പ്രൈസ് ദി ലോർഡ്. സെന്റ് പോൾ tells us that Christ Jesus, being first in the form of God, took the form of a servant. നോക്കൂ, യേശു എന്ത് ചെയ്തു? രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിലുള്ള കാര്യങ്ങളാണ്. ബീങ് ഫസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഗോഡ്, ദൈവരൂപത്തിലിരിക്കെ അവൻ എന്ത് ചെയ്തു? ടുക്ക് ദ ഫോം ഓഫ് എ സർവന്റ്. എക്സ്ട്രീം താഴേക്കാണ്. ഒരു മനുഷ്യൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിനും താഴെയാണ്. മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ സെർവന്റ് ആവുക എന്നുള്ളത് അതിനേക്കാൾ താഴ്ന്നൊരു കാര്യമാണ്, അല്ലെ? ഒരു മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ സെർവന്റ് ആവുക, ദാസനാവുക, അടിമയാവുക എന്നൊക്കെ ഉള്ളത് ഏറ്റവും താണ കാര്യമാണ്. അപ്പോൾ ഏറ്റവും ഉന്നതിയിൽ നിന്ന് ഏറ്റവും ഉന്നതി എന്ന് പറഞ്ഞാൽ ആരാ? ദൈവമാണ്. ഹി ഈസ് ദ എക്സ്ട്രീം ഹയസ്റ്റ്. ഗാഡ് ഈസ് ദ ഹയസ്റ്റ്. ആ സ്ഥിതിയിൽ നിന്ന് ഹി ടുക്ക് ദ ഫോം ഓഫ് എ സെർവന്റ്. ഏറ്റവും താഴ്ന്ന, മനുഷ്യനിൽ തന്നെ ഏറ്റവും താഴ്ന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പൗലോസിന്. പക്ഷെ അതിലും മനുഷ്യനാണ്, അപ്പോൾ തന്നെ ഒരു സെർവന്റ്, മനുഷ്യനിൽ തന്നെ ഏറ്റവും താഴ്ന്ന അവസ്ഥ എടുത്തു. പ്രൈസ് ദി ലോർഡ്. The meaning must be that he possessed originally the essential attributes of deity. അതിന്റെ അർത്ഥം, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവൻ എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ് ഓഫ് ഡെയ്റ്റി, ദൈവത്വത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും എന്ത് ചെയ്തു? ഹി പൊസസ്ഡ് ഒറിജിനലി. അപ്പോഴും യേശുവിൽ ആ സ്വഭാവം അല്ലെങ്കിൽ ദൈവത്വം യേശുവിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ എല്ലാ എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സും യേശുവിൽ ഉണ്ടായിരുന്നു. And assumed in addition the essential attributes of humanity. മനുഷ്യന്റെ ആട്രിബ്യൂട്ട്സ് കൂടെ എന്ത് ചെയ്യപ്പെട്ടു? അഡീഷൻ ചെയ്യപ്പെട്ടു. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ്, എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ് എടുക്കാൻ വേണ്ടി യേശു എന്താണോ വെടിയേണ്ടി വന്നത് അത് മാത്രമാണ് വെടിഞ്ഞത്. ഡെയ്റ്റി വെടിഞ്ഞിട്ടില്ല, ദൈവത്വം വെടിഞ്ഞിട്ടില്ല. ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ് എടുക്കാൻ വേണ്ടി എന്താണോ വെടിയേണ്ടത് അത് മാത്രമാണ് വെടിഞ്ഞ് യേശു ഭൂമിയിലേക്ക് വന്നത്. ബിക്കോസ് ഹി ഈസ് ഗോഡ്, ഹി ക്യാൻ ഡു ദാറ്റ്. ഹി വാസ് പെർഫെക്റ്റ് ഗോഡ്, ഹി ബിക്കെയിം പെർഫെക്റ്റ് മാൻ. അവൻ എന്ത് ചെയ്തു? അവൻ പൂർണ്ണ ദൈവമാണ്, അവൻ പൂർണ്ണ ദൈവമായിരുന്നു. ആൻഡ് ഹി ബിക്കെയിം പെർഫെക്റ്റ് ഹ്യൂമൻ. അവൻ പൂർണ്ണ മനുഷ്യനും ആയിത്തീർന്നു. കൊലോസ്യർ 1:15 വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയും. അവൻ ദൈവത്തിന്റെ പ്രതിമ എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് നമുക്ക് കൊലോസ് ലേഖനം 1:15 കാണുവാനായിട്ട് കഴിയുന്നു. ദ വെരി ഇമേജ് ഓഫ് ഇൻവിസിബിൾ ഗാഡ്. ദൈവത്തിന്റെ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. അതിന്റെ അർത്ഥം എന്താ? ദൈവത്തിന്റെ രൂപം, ദൈവത്തിന്റെ ഇമേജ് ആണ് ക്രിസ്തു. അതിന്റെ അർത്ഥം ഹീസ് ഗാഡ്. ആൻഡ് ഹീബ്രൂസ് 1:3 അവൻ തത്വത്തിന്റെ മുദ്രയും ദൈവ തേജസ്സിന്റെ പ്രഭയും സകലവും തന്റെ ശക്തിയേറിയ വചനത്താൽ വഹിക്കുന്നവനും. അത് ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എബ്രായ ലേഖനം 1:3 വാക്യത്തിൽ നമുക്ക് യേശുവിന്റെ ദൈവത്വം കാരണം മാത്രം ചെയ്യാൻ കഴിയുന്ന, ജസ്റ്റ് ഓൺലി ബിക്കോസ് ഹി ഈസ് ഗോഡ് ഹി ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ്. എന്താ? അവന്റെ തേജസ്സിന്റെ പ്രഭ, ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭ, തത്വത്തിന്റെ മുദ്ര, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുപോലെ 2 കൊരിന്ത്യർ 4:4 അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കാതിരിക്കേണ്ടതിന്. ദൈവപ്രതിമയായ ക്രിസ്തു. ആമേൻ. അപ്പോൾ ഗോഡ്സ് ഇമേജ് ആണ് ക്രിസ്തു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. അപ്പോൾ ബീയിങ് എന്ന് പറഞ്ഞാൽ അത് യേശു എന്നേക്കും ദൈവമായിരുന്നു. ആൻഡ് അവന്റെ ഡെയ്റ്റി, യേശുവിന്റെ ദൈവത്വം കർത്താവ് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല, വിട്ടുകളഞ്ഞിട്ടില്ല, അത് സീസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ആമേൻ ഇതിലൂടെ എല്ലാം വ്യക്തമാക്കുന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മിൽ ഈ ചിന്ത എപ്പോഴും ഭരിക്കണം, ഈ ചിന്ത നമ്മിൽ ഉണ്ടാകണം. പിന്നെ യേശു എന്താണ് വെടിഞ്ഞത് എന്നുള്ളത് നമുക്ക് പുറകെ അടുത്ത വാക്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ 2 കാര്യങ്ങളാണ് ചിന്തിച്ചത്. ഒന്ന്, യേശുവിന്റെ മനസ്സ്, സ്വഭാവം. ലെറ്റ് ദിസ് മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്
ഐ മീൻ ദിസ് ലെറ്റ് ദിസ് മൈൻഡ് വിച്ച് ഈസ് ഇൻ ക്രൈസ്റ്റ് ബി ഇൻ യു ടു, നമ്മിലും ഉണ്ടായിരിക്കട്ടെ. അതിൻ്റെ അതെന്താണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ 6-ാമത്തെ വാക്യത്തിലേക്ക് കടക്കുമ്പോൾ ആ മഹാ കെനോസിസ്, ഗ്രേറ്റ് കെനോട്ടിക് കെനോസിസ് പാസേജിന്റെ ആദ്യത്തെ ഭാഗം തന്നെ വ്യക്തമാക്കുകയാണ്. ഹി ഈസ് ഇറ്റേണൽ ഗാഡ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഇറ്റേണൽ ഗാഡ്, നെവർ സീസ് ഹിസ് ഡെയിറ്റി. ദൈവത്വത്തിന് ഒരിക്കലും മാറ്റം വന്നിട്ടില്ല. ഒരിക്കലും യേശുവിന്റെ ദൈവത്വം ഉപേക്ഷിച്ചിട്ടില്ല. കാരണം ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ഹി കനോട്ട് ഡിനൈ ഹിസ് ഒറിജിനൽ എസൻഷ്യൽ നേച്ചർ ഓഫ് ഡിവിനിറ്റി ഓർ ഡെയിറ്റി. ദാറ്റ് ഇസ് എ ഫാക്ട്. ഹല്ലേലൂയ. അങ്ങനെ ഡെയിറ്റി ഉപേക്ഷിച്ചാൽ പിന്നെ ക്രിസ്തു അല്ലാതായി മാറും. ദാറ്റ് ഇസ് ഇംപോസിബിൾ. ചരിത്രത്തിൽ ഒരിക്കലും നടന്നിട്ടില്ല, നടക്കുകയുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഹി ഡിഡ് നോട്ട് സീസ് ഓർ ഡിനൈഡ് ഹിസ് ഡെയിറ്റി. യേശു മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോഴും ഹി വാസ് പെർഫെക്റ്റ് ഗാഡ്, ഓൾസോ പെർഫെക്റ്റ് മാൻ. അവൻ പൂർണ്ണ ദൈവമായിരുന്നു, പൂർണ്ണ മനുഷ്യനും ആയിരുന്നു. പക്ഷെ മനുഷ്യനാകാൻ വേണ്ടി യേശു ത്യജിച്ച ചില കാര്യങ്ങളുണ്ട്, വിട്ടുകളഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. ഇന്നത്തെ ഈ ദൈവവചന ചിന്ത ഞാൻ പറഞ്ഞതുപോലെ വളരെ വളരെ അതിപ്രാധാന്യമുള്ള പുതിയ നിയമത്തിലൊരു ഭാഗമാണ്. മനസ്സിലാക്കാൻ അല്പം കഠിനമായ ഒരു പാസേജാണ്. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെയാണ്. വലിയ ദൈവശാസ്ത്രകാരന്മാർക്ക് പോലും മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുള്ള ഭാഗമാണ്. ഒരുപാട് പഠനങ്ങൾ, തർക്കങ്ങൾ, വിതർക്കങ്ങൾ ഇപ്പോഴും നടക്കുന്ന ഒരു ഭാഗമാണ്. ഇതിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ വചനത്തിന്റെ വ്യാഖ്യാനത്തിന്റെ ഫലമായിട്ട് പല ഉപദേശ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ അതിന്റെ തുടർച്ചയായിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ള ഭാഗമാണ്. എന്നാൽ നമ്മൾ അതിനെക്കുറിച്ചൊന്നും തലപുകച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലെറ്റ് us acknowledge and adore that Jesus Christ is God always, in the past, present and till the future he will be God. ഒരു സംശയവും വേണ്ട. യേശു എപ്പോഴും എന്നേക്കും ദൈവമായിരുന്നു, ദൈവമായിരിക്കുന്നു, ദൈവമായിരിക്കുക തന്നെ ചെയ്യും. കാരണം കർത്താവിന് തന്റെ ഡെയിറ്റി, ഡിവിനിറ്റി ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ഉപേക്ഷിച്ചാൽ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു. ഒരിക്കലും യേശുവിന് അത് നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് ദ ഫാക്ട്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ മഹാദൈവത്തെ, സത്യദൈവത്തെ, ജീവനുള്ള ദൈവത്തെ, ഹല്ലേലൂയ, ആമേൻ, നമുക്ക് കുറച്ചെങ്കിലും അറിയാനായിട്ട്, എന്നാൽ ആ അറിവ് തന്നെ നമ്മെ രക്ഷയ്ക്ക് അർഹരാക്കി, രക്ഷയ്ക്ക് കാരണമാക്കി തീർത്തു. വീണ്ടും ജനിക്കാൻ അത് തന്നെ ദൈവം കൃപയാൽ നമ്മോട് അത് വെളിപ്പെടുത്തി തന്നുകൊണ്ട്, നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ പ്രകാശിപ്പിച്ചു തന്നുകൊണ്ട്, അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുമ്പോൾ വിശ്വസിച്ച് ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യം എത്ര മഹോന്നതം, എത്ര ശ്രേഷ്ഠം, വർണ്ണനാതീതം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.